ഞാനൊരു ചെറിയ കഥ പറഞ്ഞിട്ട് തുടങ്ങാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഥ. ഭയങ്കര നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാകും, അറിയാത്തവരുണ്ടാകും. ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആ കഥ വരുന്നത്. ആ കഥയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ്. ഒരു കുട്ടി ജനിക്കുന്നു. കൈകളുമില്ല, കാലുകളുമില്ല. കൈകളുമില്ല, കാലുകളില്ല. ഇത് പറഞ്ഞപ്പോൾ പല ആളുകളുടെ മനസ്സിലും പല ആളുകളുടെ ഫോട്ടോ വന്നിട്ടുണ്ടാകും. കൈകളും കാലുകളില്ലാതെ ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ കുട്ടിയെ കൊണ്ട് പാരൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മകനെ നിങ്ങൾക്ക് കാണണോ? കുട്ടിക്ക് കൈകളും കാലുകളും ഇല്ല, കുട്ടിയെ കാണാൻ തന്നെ ഒരു വേറെ രൂപത്തിലാണ്, അതുകൊണ്ട് കുട്ടിയെ നിങ്ങൾ കാണണമെന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയത്ത് ആ അച്ഛനും അമ്മക്കൊരു പേടി, ഇതെന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഡോക്ടർ ഇങ്ങനെ ചോദിക്കാൻ എന്താ കാരണം കുട്ടിയെ കാണണോ, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ കാണണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ പാരൻസ് പറഞ്ഞു നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ കണ്ട സമയത്ത് കൈകളില്ല, കാലുകളില്ല. നമുക്ക് പറയാം, നമുക്കിപ്പോൾ നടക്കാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റുന്നു. സംസാരിക്കാനും കേൾക്കാനുണ്ടെങ്കിൽ പോലും ഒന്ന് നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനോ കൈകളും കാലുകളും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ കുട്ടി ജനിക്കുകയാണ് ലോകത്തിൽ. ജനിച്ചതിന് ശേഷം ആ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കറിയുന്നുണ്ടാവും, സ്കൂളിൽ കൈകളും കാലുകളും ഇല്ലാതെ എങ്ങനെയായിരിക്കും ആ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നിൽക്കുക. നമ്മൾ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ പല കാര്യങ്ങളും ഓടുന്നു, ചാടുന്നു, എഴുതുന്നു, ടീച്ചേഴ്സിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. പക്ഷേ ഈ കുട്ടിക്ക് മാത്രം, ഈ ആൺകുട്ടിക്ക് മാത്രം എന്ത് ചെയ്യുന്നില്ല, ഇതിനൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. ഫ്രണ്ട്സ് എല്ലാവരും കളിക്കുന്ന സമയത്തായിക്കോട്ടെ, ഫ്രണ്ട്സ് എല്ലാവരും ഓടി കളിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇതൊന്നും പറ്റുന്നില്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ കളിയാക്കുന്നു, കൈയില്ല, കാലില്ല. ഈ സമയത്ത് ഈ കുട്ടിക്ക് ഭയങ്കര പ്രഷർ കയറാണ്, ഭയങ്കര സങ്കടം വരികയാണ് ഈ കുട്ടിക്ക്. ഈ കുട്ടി ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടി ആലോചിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ദൈവം എന്ന് പറയുന്നത് ഇത്ര ക്രൂരനാണോ എന്നെ ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി എന്ന് കുട്ടി ആലോചിക്കുകയാണ്. ഈ കുട്ടി ആലോചിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിലൂടെ ഒരുപാട് തോട്ട്സുകൾ പോകുന്നുണ്ട്. എനിക്ക് മരിക്കണം, എനിക്ക് ഭൂമിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. കൈയില്ല, കാലില്ല, എന്തുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഉപകാരമുള്ളത്? ആർക്കും എന്നേറ്റൊരു കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. മൈൻഡൊക്കെ വന്നിട്ട് ഈ കുട്ടി ആത്മഹത്യക്ക് ട്രൈ ചെയ്യാണ്. ഒരാഴ്ച ആത്മഹത്യ ട്രൈ ചെയ്തു. സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് ട്രൈ ചെയ്തു. ഇങ്ങനെ ഈ കുട്ടി ഒരുപാട് ആത്മഹത്യക്ക് ട്രൈ ചെയ്തിട്ട് ഇതിലൊന്നും ഈ കുട്ടി മരണപ്പെടുന്നില്ല. ഈ കൈയും കാലില്ലാത്ത ഈ കുട്ടി എന്ത് ചെയ്യുന്നില്ല, മരണപ്പെടില്ല. ഈ കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ ഇത്രയും ആത്മഹത്യക്ക് ട്രൈ ചെയ്തിട്ട് എന്തുകൊണ്ട് ഞാൻ മരിക്കുന്നില്ല എന്നുള്ള തോട്ട കുട്ടിക്ക് വന്നു. ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടി എന്ത് ചെയ്യാണ്, ഇരുന്ന് ആലോചിക്കുകയാണ്, എനിക്ക് കൈകളും കാലുകളും മാത്രമേ ദൈവം തരാത്തതുള്ളൂ. കൈകളും കാലുകളും മാത്രമേ ദൈവം തരാത്തതുള്ളൂ. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് കുട്ടി ആലോചിക്കുകയാണ്. ദൈവത്തിനോടുള്ള ആ സ്നേഹവും സന്തോഷം തന്നെയാണ് പെട്ടെന്ന് ആ കുട്ടിയുടെ ഉള്ളിൽ വരികയാണ്. ഇത് വേറെ വല്ലതല്ല, നിക് വിജോസിക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൈകളും കാലുകളും ഇല്ലാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പെയ്ഡായിട്ട് സെഷൻസ് എടുക്കുന്ന നിക് വിജോസിക് എന്ന് പറയപ്പെടുന്ന വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. കണ്ടിട്ടുണ്ടാവും ചിലവരൊക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട്, കൈകളും കാലില്ലാത്ത അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി. അതൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ദിവസം ഇന്ന് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന തന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡും പടച്ച റബ്ബിനോടുള്ള നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ ഈ കഥ പറയാൻ തന്നെ റബ്ബിനോടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ബ്ലെസ്സിങ്സ് മനസ്സിലാക്കാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പല സമയങ്ങളിലും എന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് പരിചയം ഉണ്ടാക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ പറയുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ ഇല്ലാത്തവരിലേക്ക് നോക്കാതെ നിങ്ങളുടെ ഉള്ളവരിലേക്ക് നിങ്ങൾ നോക്കൂ. പല സമയങ്ങളിലും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് റബ്ബ് ആ കഴിവ് തന്നിട്ടില്ലല്ലോ, റബ്ബ് ഈ കഴിവ് എനിക്ക് തന്നിട്ടില്ലല്ലോ, എൻ്റെ സൗന്ദര്യം എന്തെങ്ങനെ ആയിപ്പോയേ, എൻ്റെ കൈ എന്തെങ്ങനെ ആയിപ്പോയേ, എൻ്റെ കാലെന്തെങ്ങനെ ആയിപ്പോയേ. പല കാര്യങ്ങളിലും നമ്മൾ റബ്ബിൻ്റെ അടുത്ത് കുറ്റം പറയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്തേക്കോട്ടെ പല സാഹചര്യങ്ങളും റബ്ബിൻ്റെ അടുത്ത് നമുക്ക് കിട്ടാത്തത് ഇങ്ങനെ റബ്ബിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കത് തന്നില്ല, എനിക്കിത് തന്നില്ല. ഇതൊന്നും മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യുക, റബ്ബിനോട് നന്ദി പറഞ്ഞു തുടങ്ങുക. ദിവസം തുടങ്ങുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ആ ദിവസം തുടങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കുക, റബ്ബേ ഇന്ന് ഇത്രയും ദിവസം ബ്യൂട്ടിഫുൾ അല്ല ദിവസം എനിക്ക് തന്നല്ലോ റബ്ബേ, പഠിച്ച റബ്ബേ ഇത്രയും നല്ലൊരു ദിവസം എനിക്ക് തന്നല്ലോ. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നു, നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി വന്നിരിക്കുന്നു. ഇതേ സമയം പലസ്തീനിൽ കഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയ വഴി പലതും കാണുന്നതാണല്ലേ. പക്ഷേ അൽഹംദുലില്ലാ
നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ജീവിതം പഴയ രീതിയിലേക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബ് മാത്രമാണ് അവരുടെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ദിവസം തുടങ്ങുന്ന സമയത്ത് റബ്ബിൻ്റെ അടുത്ത് ഹൈറും ബർക്കത്തും റബ്ബ് ഇന്നത്തെ ദിവസം നല്ല ഭംഗിയോട് കൂടി എനിക്ക് തന്നല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ റബ്ബേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ റബ്ബേ, സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ റബ്ബേ. ഇന്നേ ദിവസം മരണപ്പെട്ടു പോയ എത്ര പേരുണ്ടായിരിക്കും? ഇന്നീ ദിവസം മരണപ്പെട്ടു പോയ എത്ര പേരുണ്ടായിരിക്കും? ഇന്നീ നിമിഷം ആക്സിഡൻ്റ് ആവുന്ന എത്ര പേരുണ്ടായിരിക്കും? നിമിഷം ആക്സിഡൻ്റ് ആവുന്ന എത്ര പേരുണ്ടാകും? പക്ഷേ അൽഹംദുലില്ലാഹ് നമ്മൾ അതിലൊന്നും പെട്ടിട്ടില്ല. റബ്ബിൻ്റെ ഹൈറ് കൊണ്ടും റബ്ബിൻ്റെ ബർക്കത്ത് കൊണ്ടും എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ദിവസം നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഹൈസെക് എന്ന പ്രോഗ്രാമിൽ ഓരോ കാര്യങ്ങൾ കേൾക്കാനും ദീനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ അറിവ് പഠിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള പല തരത്തിലുള്ള കുട്ടികളുണ്ടായിരിക്കും. ഒന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം, ദീൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് വന്നവരുണ്ടാകും. രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്തായിരിക്കും എന്നറിയോ? ഇതിപ്പോൾ ഹൈസെക് അല്ലേ, പോയി നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ എന്ന നേരത്തോടു കൂടി വരുന്നുണ്ടാവും. മൂന്നാമത്തെ കൂട്ടരുണ്ടാകും, പാരൻസിൻ്റെ നിർബന്ധ പ്രകാരം ദീൻ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചവരുണ്ടാകും. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരായിക്കോട്ടെ, ആരെന്തുന്തി പറഞ്ഞയച്ചായിക്കോട്ടെ, ഇവിടെ കിട്ടുന്ന ഓരോ സംഭവങ്ങളും ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിടാതെ അത് ലൈഫ് ലോങ് മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കാം. എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിജയിച്ചിട്ടില്ല കേട്ടോ, ഞാൻ കംപ്ലീറ്റ്ലി അത്ര സക്സീഡ് ആയിട്ടുള്ള പേഴ്സണൊന്നുമല്ല. ജസ്റ്റ് എ സ്മോൾ സ്റ്റെപ്പ്. ഓരോ സംഭവങ്ങളായിക്കോട്ടെ അതൊക്കെ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺ ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ പണ്ട് മുതലേ, ചെറുപ്പകാലം മുതലേ ഇതിങ്ങനെ ഡ്രീം ചെയ്യുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതും സ്പീച്ച് ചെയ്യുന്നതും ഈ ചെയ്യുന്നതിൻ്റെ കൂടെ, ആ ഡ്രീം ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് റബ്ബിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് കൊണ്ട്, റബ്ബിൻ്റെ അടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് കൊണ്ട് അൽഹംദുലില്ലാഹ് എനിക്ക് ഓരോ കാര്യങ്ങൾ നേടാൻ പറ്റി. ഞാൻ ഓപ്പണായി പറയാണ്, 5 വക്ത് നമസ്കാരത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് റബ്ബേ ഈ ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു മോളാക്കി മാറ്റണം എന്നുള്ളതാണ്. ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. കാരണം അത് ശീലിച്ച്, കാരണം 5 വക്ത് നമസ്കരിക്കുന്ന സമയത്തായിക്കോട്ടെ, അത് കഴിഞ്ഞ് തഹജ്ജുദ് നമസ്കരിക്കുന്ന സമയത്തായിക്കോട്ടെ, ഓരോ സമയത്തും എൻ്റെ മനസ്സിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന സമയത്തായിക്കോട്ടെ, ലോകത്തിന് ഉപകാരപ്പെടുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്തായിക്കോട്ടെ, ദീൻ എനിക്ക് മുറുകെ പിടിക്കാൻ പറ്റണേ റബ്ബേ. ദീനിൻ്റെ മാർഗത്തിലും ഇസ്ലാമിൻ്റെ പേരിലും ലോകത്ത് അറിയപ്പെടാൻ പോകുന്ന നല്ലൊരു പെൺകുട്ടി ആക്കി മാറ്റണ റബ്ബേ എന്നത് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. തഹജ്ജുദ് നമസ്കരിക്കുന്ന സമയത്ത് നമസ്കരിച്ചിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉത്തരം കിട്ടൂല. നമുക്ക് അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചു പോകും, ഇതെന്തായാലും കിട്ടുന്ന ആഗ്രഹിച്ചു പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാതായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. ഓപ്പണായി പറയുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ഞാൻ ദീനിൽ നിന്നിങ്ങനെ പിറകോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതേ സമയം പിറകോട്ട് പോകുന്ന സമയം ഞാൻ എന്ത് ചെയ്യും, വീണ്ടും എൻ്റെ നമസ്കാരം, ഖുർആൻ ഓത്തും, അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയും മുറുകെ പിടിക്കും. ആ മുറുകെ പിടിക്കുന്ന എനിക്ക് ഓരോ മിറാക്കിളായിട്ട് ഓരോ സംഭവങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വരും. ഓരോ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് ആ കിട്ടുന്ന സമയത്താണ് റബ്ബെന്ന ആ ഒരു ശക്തിയിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹവും ആ കരുണയും ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വാപ്പാടും ഉമ്മാടല്ലേ ഞാൻ ആദ്യം പറയണ്ടാവാ. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ആത്മമായ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും എന്ത് സന്തോഷം വന്നാലും നമസ്കരിച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കുക റബ്ബിൻ്റെ അടുത്താണ്. റബ്ബേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, റബ്ബേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ സംഭവിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ 5 വക്ത് നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്? ഒരു ചെറിയ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാനൊരു പ്രാവശ്യം ക്ലാസ് എടുക്കാൻ പോയി. ഒരുപാട് പെൺകുട്ടികൾ നിൽക്കുന്ന വേദിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റി. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഒരു കുട്ടി ഓടി വന്നിട്ട് ചോദിച്ചു, പിന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൽ ജീവിതത്തിൽ എന്ത് ചെയ്യുക, പ്രാവർത്തികമാക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞു, പിന്നെ അത് നമസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിൻ്റെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു. എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പയമ്മയും ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയും നമസ്കാരമൊക്കെ ഞാൻ പല സമയത്തും അവരെ പേടിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അവരെ പേടിച്ചിട്ടാണ് ഞാൻ നമസ്കരിച്ചിരുന്നത്, ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, ഞാൻ ഖുർആൻ ഓതിയിരുന്നത്. എൻ്റെ പാരൻസിനെ പേടിച്ചിട്ടായിരുന്നു. ആ ചിന്ത മാറ്റി വെച്ചിട്ട്
ആ ചിന്ത മാറ്റി വെച്ചിട്ട് ഞാൻ ആർക്ക് വേണ്ടിയാണ് നമസ്കരിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഖുർആൻ ഓതുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് കൃത്യമായ ബോധം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഒരിക്കലും ഉപ്പാക്ക് വേണ്ടിയിട്ടോ ഉമ്മാക്ക് വേണ്ടിയിട്ടോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടോ വാശിക്കപ്പുറത്തോ ചെയ്യാനുള്ളതല്ല നമ്മുടെ ഓരോ കർമ്മങ്ങളും. അത് റബ്ബിന് വേണ്ടിയിട്ടാണ്. ഈ ലോകം കഴിഞ്ഞിട്ട് പരലോകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ ലോകം നമ്മൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന സമയത്തായിക്കോട്ടെ, പ്രാർത്ഥിക്കുന്ന സമയത്തായിക്കോട്ടെ, കൃത്യമായ നീയത്ത് വെച്ചിട്ട് അത് റബ്ബിന് വേണ്ടിയിട്ടാണ്, എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണുള്ളൊരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാം. റബ്ബ് ആരതാണ് ചോദിക്കട്ടെ, റബ്ബ് ആരതാ ചോദിക്കുന്ന സമയത്ത് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം, റബ്ബ് എൻ്റെതാണ്, എൻ്റെ റബ്ബാണ്. എൻ്റെ റബ്ബിനോട് എന്ത് പറയാനും, എൻ്റെ റബ്ബിനോട് തുറന്നു പറയാനും, എൻ്റെ റബ്ബിൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവകാശം എൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ റബ്ബ് എൻ്റെതാണുള്ളൊരു ബോധം ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും എന്ത് സന്തോഷം വന്നാലും പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം റബ്ബിൻ്റെ അടുത്ത് ഓടിപ്പോകും നമ്മൾ. അതുകൊണ്ട് തന്നെ റബ്ബ് എൻ്റെതാണ്. റബ്ബ് 99 പേര് തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ ഏത് പേരും വിളിക്കാമെന്ന് പറഞ്ഞു. അർ-റഹ്മാൻ അർ-റഹീം അൽ മാലിക് അൽ ഖുദ്ദൂസ്, ഇങ്ങനെ ഒരുപാട് പേരുകൾ തന്നിട്ടുണ്ട്. സ്നേഹത്തോട് കൂടിയിട്ട് ആ റബ്ബിൻ്റെ അടുത്ത് സംസാരിച്ചാൽ, സ്നേഹത്തോട് കൂടിയിട്ട് ആ റബ്ബിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ലോകത്തന്നെയിൽ പരലോകത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എനിക്കതിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ.